തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്ര സമുച്ചയങ്ങളിൽ നെയ്യാറ്റിൻകര ഗ്രൂപ്പിൽ കാലത്തിന്റെ കയ്യൊപ്പുകൾ പതിഞ്ഞ ഒരു ചരിത്രമാണ് പച്ചയത്തുകാവ് ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിന് പറയാനുള്ളത്. ഒരു കാലത്ത് നിബിഡ വനത്തിന്റെ ശാന്തതയിൽ തന്റെ ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞ ഈ ക്ഷേത്രം വിസ്മൃതിയുടെ അഗാധഗർത്തത്തിൽ നിന്ന് പ്രത്യാശയുടെ പ്രകാശത്തിലേക്ക് നടന്നുകയറിയ ഒരു പുനർജന്മത്തിന്റെ ഉജ്ജ്വല കഥയാണ്. കേരളത്തിന്റെ ദേവസ്വം ചരിത്രത്തിലെ ഒരു സുപ്രധാന ഏടാണ് പച്ചയത്തുകാവ്. കേവലം ആരാധനാലയം എന്നതിലുപരി സാമൂഹികമായ പ്രതിബദ്ധതയുടെയും വിശ്വാസത്തിന്റെ അചഞ്ചലമായ ശക്തിയുടെയും നിയമപരമായ പോരാട്ടങ്ങളുടെയും ഒരു തത്സമയ പാഠപുസ്തകം കൂടിയാണിത്. ഈ ക്ഷേത്രത്തെക്കുറിച്ച് നമ്മൾ അറിയുമ്പോൾ അത് ഒരു ദേവാലയത്തിന്റെ ചരിത്രം മാത്രമല്ല, നഷ്ടപ്പെട്ട പൈതൃകം വീണ്ടെടുക്കാനുള്ള ഒരു സമൂഹത്തിന്റെ നിശ്ചയദാർഢ്യത്തെയാണ് അടയാളപ്പെടുത്തുന്നത്. നെയ്യാറ്റിൻകര താലൂക്കിൽ വെള്ളറട ചെമ്പൂര് റൂട്ടിൽ അരുവാട്ടുകോണം ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിലേക്ക് തീർത്ഥാടകർ എത്തിച്ചേരുമ്പോൾ അവർ കാണുന്നത് വെറുമൊരു പുനരുദ്ധാരണം ചെയ്യപ്പെട്ട കെട്ടിടങ്ങളല്ല, മറിച്ച് നൂറ്റാണ്ടുകൾ നീണ്ട പാരമ്പര്യത്തിന്റെയും നിയമപരമായ വെല്ലുവിളികളെ അതിജീവിച്ചതിന്റെയും ഭക്തജനങ്ങളുടെ അർപ്പണബോധത്തിന്റെയും മൂർത്തീഭാവമാണ്. വളരെ പൗരാണികമായ ഒരു ക്ഷേത്രമാണ് പച്ചയം ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. പച്ചയം ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം ഒരു കാലഘട്ടത്തിൽ പച്ചയത്തുകാവ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇവിടെ ഭഗവാൻ ശാസ്താവിൻ്റെ രൂപത്തിലാണ് കുടികൊള്ളുന്നത്. ഭഗവാന്റെ ശനീശ്വരനായ ഭഗവാന്റെ ഇഷ്ടവഴിപാട് നീരാഞ്ജനമാണ്. എല്ലാ വർഷവും കർക്കിടക മാസത്തിലെ അവസാന ശനിയാഴ്ചകളിൽ സമൂഹ സഹസ്ര നീരാഞ്ജനം ഒരു പ്രത്യേക വഴിപാടായി ഇവിടെ നടത്തി വരാറുണ്ട്. പച്ചയം ക്ഷേത്രത്തിന്റെ ചരിത്രം തിരുവിതാംകൂർ രാജ്യത്തിന്റെ ഭരണപരമായ പരിഷ്കാരങ്ങളുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. AD 1811 കേണൽ മൺറോ പ്രഭു അന്നത്തെ തിരുവിതാംകൂറിലെ 348 മേജർ ക്ഷേത്രങ്ങളെയും 1123 മൈനർ ക്ഷേത്രങ്ങളെയും സർക്കാരിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാക്കിയ ഒരു നിർണായക തീരുമാനമെടുത്തു. ഇത് ക്ഷേത്രഭരണത്തിന്റെ ചരിത്രത്തിലെ ഒരു സുപ്രധാന വഴിത്തിരിവായിരുന്നു. ഈ ഭരണപരമായ പരിഷ്കാരത്തിന്റെ പരിധിയിൽ പച്ചയം ക്ഷേത്രവും ഉൾപ്പെട്ടു. ആദിമകാലത്ത് ഏകദേശം 2.5 ഏക്കർ വിസ്തൃതിയുള്ള നിബിഡമായ വനത്തിലായിരുന്നു പച്ചയം ക്ഷേത്രം നിലനിന്നിരുന്നത്. വനശാസ്താവിന്റെ സങ്കല്പം ശക്തിപ്പെട്ടത് ഈ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത കൊണ്ടായിരുന്നു. ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ ക്ഷേത്രത്തിലെ ഭക്തജനങ്ങൾ 1000-ലധികം, അത് 10,000 കണക്കിന് ഭക്തജനങ്ങൾ ഒഴുകിയെത്തുന്ന ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ വിശേഷ ദിവസമാണ് സഹസ്ര നീരാജനം. അത് എപ്പോഴും കർക്കിടക മാസത്തിലെ അവസാനത്തെ ശനിയാഴ്ചകളിലാണ് ഈ സഹസ്ര നീരാഞ്ജനം നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്നത്. അത് വളരെ വിശ്വാസം കൊണ്ട് പല മേഖലയിൽ നിന്നും ഈ ക്ഷേത്രത്തിൻ്റെ പല മേഖലകളിൽ നിന്നും ഒരുപാട് ആളുകൾ ഈ ക്ഷേത്രത്തിൽ ആ സമയത്ത് എത്തിച്ചേരുന്നുണ്ട്. അത്ര വിശ്വാസമാണ്. കാരണം എല്ലാ ആഴ്ചകളിലെയും ശനിയാഴ്ച സമയങ്ങളിലും ഇവിടെ നീരാഞ്ജനം നടക്കുന്നുണ്ട്. 1993 ഈ ആദ്യമായി ഉത്സവം നടക്കുന്നത്. ഈ ആദ്യത്തെ ഉത്സവം നമ്മുടെ വിഷു ദിനത്തിലായിരുന്നു ഈ ക്ഷേത്രത്തിൻ്റെ ആദ്യത്തെ ഉത്സവം. അതിനുശേഷമാണ് പിന്നെ മണ്ഡലപൂജ സമയത്തോട്ട് ഉത്സവം മാറ്റുന്നത്. എന്നാൽ കാലപ്രവാഹത്തിൽ ഈ വനഭൂമിക്ക് മാറ്റങ്ങൾ വന്നു. വനനശീകരണവും ക്ഷേത്രഭൂമിയുടെ കയ്യേറ്റവും ക്ഷേത്രത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായി. ഒരു കാലത്ത് പ്രൗഢിയോടെ നിലനിന്ന ക്ഷേത്രം ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പൂർണ്ണമായും നശിച്ചുപോയി. ഇത് ഒരു ക്ഷേത്രത്തിന് സംഭവിച്ച കേവലമായ നാശമായിരുന്നില്ല, മറിച്ച് ഒരു പ്രദേശത്തിന്റെ സാംസ്കാരികപരമായ ധാരയ്ക്ക് സംഭവിച്ച ഒരിടർച്ചയായിരുന്നു. വർഷങ്ങളോളം ഈ ക്ഷേത്രത്തിന്മേലുള്ള ഭരണപരമായ ശ്രദ്ധ കുറഞ്ഞു. വെള്ളറട മേജർ ഭഗവതി ക്ഷേത്രത്തിലെ പൂജാരി മാസത്തിലെ 1-ാം തീയതി വന്ന് ഒരു ചടങ്ങിനെന്നോണം പൂജകൾ നടത്തിപ്പോന്നു. ക്ഷേത്രത്തിലെ തളിയായ ജീവനക്കാരെയും വാച്ചർമാരെയും മറ്റ് ക്ഷേത്രങ്ങളിലേക്ക് മാറ്റി നിയമിച്ചു. ഈ അവസ്ഥ ഒരുപാട് കാലം തുടർന്നു. എന്നാൽ ഹൈക്കോടതിയുടെ ഇടപെടൽ ഈ നിശബ്ദതയ്ക്ക് വിരാമമിട്ടു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു സുപ്രധാന വിധിയുടെ അടിസ്ഥാനത്തിൽ ക്ഷേത്രത്തിന്റെ ഭരണപരമായ കാര്യങ്ങൾ പുനഃസ്ഥാപിതമാവുകയും ദേവസ്വം ബോർഡ് പുതിയ പൂജാരിയെയും മറ്റു ജീവനക്കാരെയും നിയമിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് പ്രദേശവാസികളുടെയും ഭക്തജനങ്ങളുടെയും ശക്തമായ സഹകരണത്തോടെ ഒരു ഉപദേശക സമിതി രൂപീകരിക്കപ്പെട്ടു. ഈ സമിതിയുടെയും ദേവസ്വം ബോർഡിന്റെയും സംയുക്ത പരിശ്രമത്തിലൂടെയാണ് ക്ഷേത്രത്തിന്റെ സമഗ്രമായ പുനരുദ്ധാരണം സാധ്യമായത്. തകർന്നുപോയ ക്ഷേത്രം പുനർനിർമ്മിക്കപ്പെടുകയും എല്ലാ താന്ത്രിക വിധിപ്രകാരമുള്ള പുനഃപ്രതിഷ്ഠ നടത്തപ്പെടുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഭഗവാന്റെ ഭൂതഗണങ്ങളായ 8 ചാവ് എന്ന് പറയുന്ന ഒരു സങ്കല്പം ക്ഷേത്രത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ ഉത്സവ നാളുകളിലും നമ്മുടെ ഭൂതഗണങ്ങൾക്കും പൂജയും കാര്യങ്ങളുമായിട്ട് നടന്നു വരുന്നുണ്ട്. ക്ഷേത്രം
ഈ നാൾക്ക് നാള് ക്ഷേത്രത്തിൻ്റെ അഭിവൃദ്ധി വർദ്ധിച്ചു വരികയാണ്. ക്ഷേത്രം നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ്. അതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പ്രത്യേകത. ഈ ഗ്രാമത്തിൻ്റെ നടുക്കായിട്ട് ഏറ്റവും ഉയർന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിന് പച്ചയം എന്ന് പേര് വന്നതും ഈ ഗ്രാമത്തിന് ചുറ്റും ഇതൊരു കാർഷിക ഗ്രാമമാണ്. ഇതിനും ചുറ്റും പച്ചപ്പുകൾ നിറഞ്ഞ ഒരു ഗ്രാമമാണ്. അങ്ങനെയാണ് പച്ചയം എന്ന ഒരു പേര് ഈ സ്ഥലത്തിന് ലഭിച്ചത്. അപ്പോൾ അങ്ങനെ നാനാമതസ്ഥരുടെയും ഒരു ആത്മസമർപ്പണത്തിൻ്റെ ഭാഗമായാണ് ക്ഷേത്രം നാൾക്ക് നാൾ അഭിവൃദ്ധി വരുന്നത്. പച്ചയത്തുകാവ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശ്രീ ധർമ്മശാസ്താവാണ്. ഇവിടുത്തെ ശാസ്താവിന്റെ സങ്കല്പം വനശാസ്താവ് എന്ന രൂപത്തിലാണ്. വനത്തിന്റെ അധിപനായി പ്രകൃതിയുടെ ശക്തിയായി കുടികൊള്ളുന്ന ശാസ്താവ്. ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് യൗവന രൂപത്തിലുള്ള ശാസ്താവിനെയാണ്. തപസ്സനുഷ്ഠിച്ച് ലോകത്തെ രക്ഷിക്കാനായി ശക്തി സംഭരിക്കുന്ന ഒരു യുവയോഗിയുടെ ചൈതന്യം ഈ പ്രതിഷ്ഠയിൽ നിറഞ്ഞു നിൽക്കുന്നു. ഈ രൂപത്തിലുള്ള പ്രതിഷ്ഠ അപൂർവവും വനത്തിന്റെ നിഗൂഢതകളുമായി ബന്ധപ്പെട്ടതുമാണ്. പച്ചയത്തുകാവ് ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ പ്രധാന ദേവനായ ശ്രീ ധർമ്മശാസ്താവിനൊപ്പം മറ്റ് ഉപദേവതകളും കുടികൊള്ളുന്നുണ്ട്. വിഘ്നേശ്വരനായ ഗണപതിയാണ് അതിലൊന്ന്. ഭക്തരുടെ സകല തടസ്സങ്ങളും നീക്കി അനുഗ്രഹം നൽകുന്ന ഭാവത്തിലാണ് ഇവിടെ ഗണപതി പ്രതിഷ്ഠ. കൂടാതെ ദുർഗാദേവിക്കും ഇവിടെ സ്ഥാനമുണ്ട്. ഇവിടുത്തെ ദുർഗാദേവി മഹിഷാസുരമർദിനി ഭാവത്തിലാണ് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്. ഭയങ്കരമായ ദുർഗയുടെ രൂപമാണിത്. പോത്തിന്റെ പുറത്തു നിൽക്കുന്ന ഈ രൂപം തിന്മയുടെ ശക്തികളെ നശിപ്പിച്ച് ധർമ്മം സ്ഥാപിക്കുന്ന ദേവിയുടെ ശക്തിയെയാണ് സൂചിപ്പിക്കുന്നത്. ഈ പ്രതിഷ്ഠ കേരളത്തിലെ മറ്റ് ക്ഷേത്രങ്ങളിലുള്ള ദേവിയുടെ ശാന്ത സ്വഭാവങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ശക്തിയുടെയും സംഹാരത്തിന്റെയും ഒരു മൂർത്തീഭാവമാണ്. മകരവിളക്കിന് ഒരു 2 കിലോമീറ്റർ ചുറ്റളവോളം നാനാജാതി മതസ്ഥരും വിളക്ക് വെച്ച് നമ്മൾ ഭഗവാനെ വരവേൽക്കുന്നതായിട്ടാണ് നമുക്ക് അറിയപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ മകരവിളക്കിന് വേണ്ടിയിട്ട് സിനിമ സീരിയൽ താരങ്ങൾ വരെ ഇവിടെ പങ്കെടുത്തിട്ടുണ്ട്. വൃശ്ചിക മാസത്തിൽ ഇവിടുത്തെ ഹിന്ദു വിശ്വാസ ആളുകളെല്ലാം ഏറെക്കുറെ ആൾക്കാരും ഈ ശബരിമലയ്ക്കും മാലയിടുന്ന തന്നെ ഇവിടെ വന്ന് നമ്മൾ കുളത്തിൽ കുളിച്ച് ഇവിടെ വന്ന് മാലയിട്ടിട്ടാണ് എല്ലാവരും ശബരിമലയിലോട്ടുള്ള യാത്രയ്ക്ക് അല്ലെങ്കിൽ ശബരിമല കെട്ടിനെല്ലാം ഈ ക്ഷേത്രമാണ് ആശ്രയിക്കുന്നത്. പ്രകൃതിയുടെയും ഫലഭൂയിഷ്ഠതയുടെയും പ്രതീകമായ നാഗർപ്രതിഷ്ഠയും ഇവിടെയുണ്ട്. സർപ്പദോഷശാന്തിക്കും സന്താന സൗഭാഗ്യത്തിനും മറ്റുമായി ഭക്തർ ഇവിടെ നാഗർക്ക് വഴിപാടുകൾ അർപ്പിക്കുന്നു. നടന്നു വരുന്ന ഒരു വഴിപാടാണ് ഇവിടെ ആയില്യ നാളിൽ വരുന്ന നാഗർപൂജ. ഇവിടെ വരുന്ന നാഗർപൂജയും അന്ന് നടത്താറുള്ള നൂറുംപാല് ജപവും നമ്മുടെ എല്ലാ ആയില്യ നാളിലുള്ള സർപ്പദോഷങ്ങൾ അകറ്റുന്നതിലേക്ക് വേണ്ടിയിട്ടും ഭഗവാൻ കനിഞ്ഞ് അരുളുന്നുണ്ട്. അയ്യപ്പൻ ആണ് ഇവിടുത്തെ പ്രധാന ദേവനെങ്കിലും ഉപദേവനായിട്ട് വാഴുന്ന ഗണപതിയും ദേവിയും ദുർഗാദേവിയും നമ്മുടെ നാഗദീപങ്ങളും ഇവിടെ ഈ ചുറ്റുപാടുമുള്ള ആൾക്കാർക്ക് അനുഗ്രഹം കാത്തരളി വരുന്നു. ഈ വിവിധ ദേവതാ സങ്കല്പങ്ങളുടെ എല്ലാം സാന്നിധ്യം പച്ചയം ക്ഷേത്രം ഹൈന്ദവ വിശ്വാസത്തിലെ ശൈവ ശാക്തേയ വൈഷ്ണവ സ്വാധീനങ്ങളുടെ ഒരു സമന്വയമാണ് എന്ന് വ്യക്തമാക്കുന്നു. ഇവിടുത്തെ നാനാ മതസ്ഥരും എല്ലാവരുടെയും സഹകരണത്തിന്റെ ഭാഗമായാണ് നമ്മുടെ ഉത്സവം നടക്കാറുള്ളത്. മറ്റു ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ഈ ക്ഷേത്രത്തിന് അങ്ങനെ ഒരു പ്രത്യേകത കൂടെയുണ്ട്. കാരണം ഇവിടെ ഈ ക്ഷേത്രത്തിന്റെ വിശ്വാസം, ഇവിടുത്തെ നാനാ മതസ്ഥർക്കും ഈ ക്ഷേത്രത്തിൽ അത്രയധികം വിശ്വാസമുണ്ട്. ഈ ഒരു കൃഷി സ്ഥലമാണ് നമ്മുടെ ഈ പ്രദേശം. ഈ പച്ചയം പ്രദേശം കൃഷി സ്ഥലമാണ്. അപ്പോൾ ഇവിടുത്തെ കൃഷിയിൽ നിന്ന് കിട്ടുന്ന ആദ്യത്തെ ഫലം ഈ ക്ഷേത്രത്തിന് സമർപ്പിച്ചാണ് അവർ ഈ മറ്റു സ്ഥലങ്ങളിലേക്ക് ഇത് കച്ചവടത്തിനൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പം അത്രയധികം ഈ ക്ഷേത്രത്തെ വിശ്വാസം അത്ര അധികമുണ്ട്. ഓരോ വർഷം നാൾക്ക് നാൾ പോകുന്തോറും ഒരുപാട് ഭക്തജനങ്ങൾ ഒഴുകിയെത്തുന്ന ഒരു മഹാ ഉത്സവമായി ഈ സഹസ്ര നീരാഞ്ജനം നമ്മുടെ ഈ ക്ഷേത്രത്തിൽ നടക്കുന്നു. അതുപോലെ തന്നെ മകരവിളക്ക് നമ്മുടെ ലക്ഷദീപമാണ് ഇവിടെ നടക്കാറുള്ളത്. ഏകദേശം ഒരു 3 കിലോമീറ്റർ ചുറ്റളവിൽ ഈ മകരവിളക്ക്, അതായത് മുഴുവൻ ആളുകളും, അത് ജാതിമത ഭേദ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും സംയോജിപ്പിച്ചുകൊണ്ട് ഓരോ പ്രദേശത്തു നിന്നും വിളക്കുകൾ കത്തിച്ചുകൊണ്ട് അത് ക്ഷേത്രത്തിലോട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ അത് നടക്കാറുള്ളത്. ക്ഷേത്രത്തിന് സംഭവിച്ച നാശത്തിന്റെ പ്രധാന കാരണം ക്ഷേത്രഭൂമിയുടെ കയ്യേറ്റമായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ പുണ്യഭൂമി പലരിലൂടെയും അന്യാധീനപ്പെട്ടു പോയിരുന്നു. എന്നാൽ ക്ഷേത്ര പുനരുദ്ധാരണം പൂർണ്ണമാകണമെങ്കിൽ നഷ്ടപ്പെട്ട ഭൂമി വീണ്ടെടുക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. ഇവിടെയാണ് ദേവസ്വം ബോർഡിന്റെയും ലാൻഡ് കൺസർവൻസി യൂണിറ്റിന്റെയും
ക്ഷേത്ര ഉപദേശക സമിതിയുടെയും സംയുക്തമായ ശക്തമായ ഇടപെടലുകൾ നിർണായകമായത്. ഇതൊരു എളുപ്പമുള്ള പ്രക്രിയയായിരുന്നില്ല. വർഷങ്ങൾ നീണ്ട നിയമപരമായ പോരാട്ടങ്ങൾ, രേഖകൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ, കയ്യേറ്റക്കാരുമായുള്ള തർക്കങ്ങൾ എന്നിവയെല്ലാം ഇതിന്റെ ഭാഗമായിരുന്നു. ഒരു നാടിന്റെ സാംസ്കാരിക പൈതൃകം എങ്ങനെ വീണ്ടെടുക്കാം എന്നതിന് ഒരു മാതൃകയായി പച്ചയത്തുകാവ് ക്ഷേത്രം നിലകൊള്ളുന്നു. ഭക്തരായാലും ശരി തന്നെ, മാലയിടാനായാലും ശരി തന്നെ ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. ശനിയാഴ്ച ദിവസമായാലും പിന്നെ നിറപുത്തരി എന്ന് പറയുന്ന ഒരു ഇതുണ്ട് ഇവിടെ, അത് മേടമാസത്തിൽ അതിനും ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ഭഗവാനാണ് നമ്മുടെ ദുർഗാ ദേവി ആയാലും അതെ, വിഘ്നേശ്വരൻ, ആയില്യത്തിന് നിരവധി നല്ല രീതിയിലാണ് ആയില്യപൂജ നടക്കുന്നത്. അതേപോലെ മറ്റുള്ള കാര്യങ്ങളെല്ലാം നല്ല രീതിയിലാണ് ആൾക്കാർ. പിന്നെ 1-ാം തീയതി എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഇതുപോലെയാണ്. രാവിലെ ഗണപതി ഹോമം ഇഷ്ടം പോലെ ആൾക്കാർ കയറി വരുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടെന്നാലും വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ഒരു ഭഗവാൻ തന്നെയാണ് എൻ്റെ കാര്യത്തിലും, അതുപോലെ ഇവിടെ വരുന്ന ഭക്തരുടെ കാര്യത്തിലായാലും. സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തൽ, നിയമപരമായ നോട്ടീസുകൾ നൽകൽ, കോടതി നടപടികളിലൂടെ അനുകൂല വിധി നേടൽ തുടങ്ങി ഓരോ ഘട്ടത്തിലും ഈ 3 സ്ഥാപനങ്ങളും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചു. കയ്യേറ്റക്കാരിൽ നിന്ന് ക്ഷേത്രഭൂമി ഒഴിപ്പിച്ചെടുത്തതിലൂടെ ക്ഷേത്രത്തിന്റെ പുനരുജ്ജീവനത്തിന് ഒരു നിയമപരമായ അടിത്തറ ലഭിക്കുക മാത്രമല്ല ചെയ്തത്, മറിച്ച് പൊതുമുതൽ സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ പ്രാധാന്യം സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. പരമ്പരാഗതമായി ഡെയിലി നിത്യപൂജയുള്ള ക്ഷേത്രമാണ്. രാവിലെയും വൈകുന്നേരവും. വൈകുന്നേരം ഹരിവരാസനം പാടി തിരുനട അടയ്ക്കുന്നതാണ്. പിന്നെ നമ്മുടെ ക്ഷേത്രത്തിൽ സ്ഥിരമായി പൂജാ കൗണ്ടർ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാവിധ പൂജാ സ്ഥാനങ്ങളും ക്ഷേത്രത്തിൽ കിട്ടുന്നതാണ്. പിന്നെ നമ്മുടെ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ മണ്ഡലപൂജ മകരവിളക്ക് മഹോത്സവം ഈ അടുത്ത മാസം ഡിസംബർ 23 സ്റ്റാർട്ട് ചെയ്ത് 27 മണ്ഡലപൂജയോടുകൂടി അവസാനിക്കുന്നതാണ്. അത് കഴിഞ്ഞ് മകരവിളക്കിനും ആ ഒറ്റ ദിവസത്തെ പ്രോഗ്രാമാണ്. അതോടുകൂടി തിരുനട അടയ്ക്കുന്നതാണ്. പച്ചയത്തുകാവ് ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം ഇന്ന് അതിന്റെ നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുത്ത് വർഷം മുഴുവനും ഭക്തിയുടെയും ആചാരങ്ങളുടെയും കേന്ദ്രമായി നിലകൊള്ളുന്നു. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉത്സവങ്ങളിൽ പ്രധാനം മണ്ഡലപൂജ വാർഷികോത്സവമാണ്. ശബരിമല മണ്ഡലപൂജ നടക്കുന്ന ദിവസമാണ് 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ വാർഷിക ഉത്സവം നടക്കുന്നത്. 41 ദിവസത്തെ മണ്ഡലകാലം അവസാനിക്കുമ്പോൾ നടക്കുന്ന ഈ ഉത്സവം ശ്രീധർമ്മശാസ്താവിന്റെ ചൈതന്യം പൂർണ്ണമാകുന്ന ദിനമാണ്. ഈ ദിവസം ഉത്സവ ചടങ്ങുകൾക്ക് ശേഷം ക്ഷേത്രനട അടയ്ക്കുന്ന പതിവുണ്ട്. കൂടാതെ മകരവിളക്ക് സമയത്തും ഇവിടെ വലിയ ആഘോഷങ്ങൾ നടക്കാറുണ്ട്. മകരവിളക്ക് വേളയിൽ ഗ്രാമം മുഴുവൻ ഒരുമിച്ചിരുന്ന് ലക്ഷദീപം തെളിയിക്കുന്നത് അതിമനോഹരമായ കാഴ്ചയാണ്. ഇത് ക്ഷേത്രത്തിലെ ചൈതന്യം ഗ്രാമമാകെ നിറയുന്നു എന്നതിൻ്റെ പ്രതീകമായി കണക്കാക്കുന്നു. പൈങ്കുനി ഉത്രം തിരുനാൾ സദ്യയാണ് മറ്റൊരു പ്രധാന ആചാരം. പൈങ്കുനി മാസത്തിലെ ഉത്രം നാളിൽ നടത്തുന്ന ഈ തിരുനാൾ സദ്യയിൽ ഭക്തർ ഒരുമിച്ചിരുന്ന് പ്രസാദം കഴിക്കുകയും ഇത് സാമൂഹിക ഐക്യത്തിന്റെ ഒരു വേദിയായി മാറുകയും ചെയ്യുന്നു. ഒപ്പം കർക്കിടകം അവസാന ശനിയാഴ്ച നടത്തുന്ന സമൂഹ സഹസ്ര നീരാജനം എന്ന വഴിപാടും ഏറെ പ്രധാനപ്പെട്ടതാണ്. സഹസ്ര നീരാജനം സമൂഹമായി സമർപ്പിക്കുന്നത് ദുരിതങ്ങൾ അകറ്റി നല്ല കാലം വരാൻ വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ്. പല സ്ഥലത്തെയും സൗഹൃദങ്ങൾ ഒന്നിക്കുന്ന ഒരു ഉത്സവം കൂടെയാണ് ഞങ്ങളുടെ ഈ മണ്ഡലപൂജ. പല ജോലിയിലിരിക്കുന്നവരും എല്ലാവരും ആ സമയമാകുമ്പോൾ ഇവിടെ ഒത്തുചേരും. 41 ദിവസം ചെറുപ്പ് പൂജയിൽ നമ്മൾ ശരണം വിളിയോടെയാണ് അവസാനത്തെ ദിവസത്തെ മണ്ഡലപൂജ എല്ലാവരും ഒത്തുചേർന്ന് അവസാനിപ്പിക്കുന്നത്. ഒരു സൗഹൃദത്തിന്റെ കൂട്ടായ്മ കൂടെയാണ് ഈ മണ്ഡലപൂജ മഹോത്സവം ഞങ്ങൾ ആചരിക്കുന്നത്. നിലവിൽ ക്ഷേത്രത്തിൽ ദിവസവും 2 നേരവും പൂജകൾ നടക്കുന്നുണ്ട് എങ്കിലും ശാസ്താവിന് ഏറ്റവും പ്രിയപ്പെട്ട ദിവസമായ ശനിയാഴ്ചത്തെ നീരാജനം ഇവിടെ ഒരു പ്രധാന വഴിപാടാണ്. നീരാജനം അർപ്പിക്കുന്നത് ശനിദോഷങ്ങൾ അകറ്റാനും ജീവിതത്തിൽ ഐശ്വര്യം വരാനും വേണ്ടിയാണെന്നാണ് വിശ്വാസം. പച്ചയത്തുകാവ് ശ്രീധർമ്മശാസ്താ ക്ഷേത്രം നഷ്ടപ്പെട്ട ഒരു പൈതൃകത്തെ തിരികെ കൊണ്ടുവന്നതിൻ്റെ വിശ്വാസം ഒരു സമൂഹത്തെ ഒന്നിച്ചു നിർത്തുമെന്നതിൻ്റെ നിയമപരമായ പോരാട്ടങ്ങൾ വിജയിക്കുമെന്നതിൻ്റെയുമെല്ലാം ജീവിക്കുന്ന തെളിവാണ്. വനശാസ്താവിൻ്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഈ പുണ്യഭൂമി ചരിത്രപരമായ കാരണങ്ങളാൽ ഒരു കാലത്ത് തകർന്നടിഞ്ഞെങ്കിലും ഭക്തജനങ്ങളുടെയും ദേവസ്വം ബോർഡിൻ്റെയും ഇച്ഛാശക്തിയാൽ പ്രകാശത്തിലേക്ക് നടന്നുകയറി. ഇന്ന് ഓരോ മണ്ഡലപൂജയ്ക്കും ലക്ഷദീപത്തിനും ഈ ഗ്രാമം സാക്ഷ്യം വഹിക്കുമ്പോൾ അവർ ഓർക്കുന്നത്
ഭൂമി കയ്യേറ്റക്കാരിൽ നിന്ന് വീണ്ടെടുത്തതിൻ്റെയും നിശബ്ദമായ ഒരു ദേവാലയത്തിന് വീണ്ടും ജീവൻ നൽകിയതിൻ്റെയും ഉജ്ജ്വലമായ കഥയാണ്. പച്ചയത്തുകാവ് ക്ഷേത്രം കേരളത്തിലെ എല്ലാ വിശ്വാസികൾക്കും തകർന്നുപോയതെന്നും എന്നേക്കുമായി നഷ്ടപ്പെടില്ലെന്നും ആത്മാർത്ഥമായ പരിശ്രമത്തിലൂടെ എന്തിനേയും പുനഃസൃഷ്ടിക്കാൻ സാധിക്കുമെന്നുമുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്.